ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളതിൻ്റെ ഇവനെ കൊണ്ടാണ് ഗൈസ് ട്രെയിൻ ചേസ് ചെയ്യാനാണ് പോകുന്നത്. ഗൈസ്, എന്തായാലും നമ്മൾ ട്രെയിൻ ചേസ് ചെയ്യും, ട്രെയിനെ അടിച്ച് കളയുകയും ചെയ്യും. ഗൈസ്, നമ്മൾ വണ്ടി പവർ അപ്പ് ചെയ്യണം. ഗൈസ്, ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാണ്. നമുക്ക് നേരെ ഗ്യാരേജിൽ കൊണ്ടുപോകാൻ പണിയുക, ഇത് ചെയ്യുക. ഗൈസ്, ഇതൊരു ഓടി 2013 മോഡലാണെന്ന് തോന്നുന്നു. ഗൈസ്, നെയിം അറിഞ്ഞൂടാ, നമുക്ക് കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ബോക്സും പോട്ട് എല്ലാ ഡിസ്ക്രിപ്ഷനിലും എവിടെയൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഗൈസ്, എന്തായാലും കൊള്ളാം. ഗൈസ്, ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, പവർ അപ്പ് ആക്കുക. ഗൈസ്, നമുക്ക് വളരെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. ഗൈസ്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഗീവ് അവേയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഗൈസ്, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നതനുസരിച്ച് ഉറപ്പായിട്ട് ഞാൻ ഗീവ് അവേ കൊടുത്തിരിക്കും. ഗൈസ്, അത് ഉറപ്പായിട്ടും അങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. ഗെയിംസും കാര്യങ്ങളായിരിക്കും ഗൈസ് സ്കൂളിലും കൊടുക്കുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് എത്ര ആവുന്നോ അതിനനുസരിച്ച് പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഗൈസ്, എന്തായാലും കൊള്ളാം. ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സീനൊരു വണ്ടിയാണ്. ഗൈസ്, നമുക്ക് ഇത് ഇപ്പം കൊണ്ട് പണിതൊരു വേറെ ലെവൽ ലുക്കാക്കണം. പിന്നെ നമുക്ക് പവർ അപ്പ് ചെയ്യണം. ഗൈസ്, എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നേരെ നമുക്ക് പോയി നമ്മുടെ ഗ്യാരേജിൽ പോയിട്ട് വണ്ടി ഫുള്ള് കസ്റ്റം ചെയ്ത് നമ്മുടെ ഈ ഒരു ലുക്കേ മാറ്റുവാണ്. ഗൈസ്, അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ലുക്ക് അങ്ങ് മാറ്റും. ഗൈസ്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ലുക്ക് മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, ലുക്ക് മാത്രമല്ല, നമ്മൾ എന്ത് പവർ കൂടെ നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മളെല്ലാ വണ്ടിയിലും ചേഞ്ച് ചെയ്യുന്ന പോലെ എല്ലാ സാധനവും നമ്മൾ ചേഞ്ച് ചെയ്ത് സെറ്റാക്കി പുതിയ ഒരു മോഡൽ സെറ്റ് സാധനം അങ്ങോട്ട് ഇറക്കും. ഗൈസ്, നമ്മൾ കിടിലൊരു സാധനമായിരിക്കും ഗൈസ് ഇറക്കുന്നത്. പിന്നെ ഗൈസ്, അത് അതുപോലെ പോവുകയും ചെയ്യായിരിക്കും. ഗൈസ്, എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ചേസിങ് ആയിരിക്കും. ഗൈസ്, അതിനനുസരിച്ച് നമ്മൾ പോവാറുള്ളൂ. എന്തായാലും നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് പോകാം. ഗൈസ്, അത് 3 കിലോമീറ്റർ ഉണ്ട് ഗ്യാരേജ്. ഗൈസ്, നമ്മൾ അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണേലും നമ്മുടെ വീഡിയോ ഭയങ്കര ലാഗും ആയിരിക്കും. ഗൈസ്, അതുപോലെ തന്നെ ഭയങ്കര ലെങ്തും ആയിരിക്കും. എന്തായാലും നമുക്ക് മാക്സിമം ഷോർട്ടാക്കിയൊക്കെ കൊണ്ടുവരാം. ഗൈസ്, എന്തായാലും ഗൈസ്, ഞാൻ ഒന്നുകൂടെ പറയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ചും ഗൈസ് എൻ്റെ ചാനൽ ആദ്യമേ 1K അടിച്ച് കഴിയുമ്പം ഗൈസ് ഉറപ്പായിട്ട് ഒരു സാധനം കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് കഴിഞ്ഞിട്ട് ഗൈസ് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഗൈസ്, എന്തായാലും നമുക്ക് ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഗൈസ്, എന്തായാലും നമ്മുടെ വണ്ടി നൈസായിട്ടൊന്ന് ഇത്ര ഹൈറ്റിലും ചാടിച്ചപ്പോൾ കുഞ്ഞതായിട്ട് എന്തോന്ന് പറ്റുപോലും തോന്നില്ല. ഗൈസ്, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ കുഞ്ഞൊരു ഷോർട്ട് കട്ടാണ് എടുത്തത്. ഗൈസ്, 3 കിലോമീറ്റർ ഉള്ളത് വേഗം അങ്ങ് തീർന്ന് 200 മീറ്റർ ആക്കിയിട്ടുണ്ട്. നൈസായിട്ട് കുഞ്ഞൊരു ഷോർട്ട് കട്ട് എടുത്തു. ഗൈസ്, എന്തായാലും ചെറിയൊരു ഷോർട്ട് കട്ടായിട്ട്. ഗൈസ്, നേരെ നമുക്ക് നമ്മുടെ ഗ്യാരേജ് വന്നിട്ടുണ്ട്. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ഗ്യാരേജ്. ഗൈസ്, ഇവിടെയാണ് നമ്മൾ എല്ലാ വണ്ടിയിട്ട് പണിയുന്നത്. ഗൈസ്, ഇതുവരെ എൻ്റെ ചാനൽ നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കുക, അവിടെ ഉറപ്പായിട്ടും കാണും. ഗൈസ്, നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ലുക്ക്, നമ്മുടെ എല്ലാ വണ്ടിയുടെ ലുക്ക് ഇതാണ്. ഇതാണ് നമ്മൾ വണ്ടി പണിതിറക്കിയ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഗൈസ്, ഒരു കിട്ടില്ല ലുക്ക് തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഗോൾഡനും മറ്റേ ബോണറ്റിനോട് ഒരു ബ്ലാക്ക് എഡീഷനാണ് ഗൈസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു എഡീഷൻ തന്നെയാണ്, അല്ല നമുക്ക് വേറെ പ്രിഫറിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നമ്മൾ റെക്കമെൻഡോ ഒന്നുമല്ല. ഗൈസ്, നമ്മളെല്ലാം നോക്കിയും കണ്ടും എല്ലാം വെച്ച് ഗൈസ് ചെയ്യുന്നതാണ്. വണ്ടി കാണാൻ അടിപൊളിയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, എന്തായാലും കൊള്ളാം. നമുക്ക് ജസ്റ്റ് ഒന്ന് മഴയൊക്കെ പെയ്തൊന്ന് ഇതായിട്ട് കിടക്കുകയാണ്. ഗൈസ്, വണ്ടി കാണാൻ ഒരു മാരക ലുക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റിയിലൂടെ പോകുമ്പോൾ. ഗൈസ്, ആ ഒരു വണ്ടിയുടെ പെയിൻറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു കിട്ടില്ല റിഫ്ലക്ഷനാണ്. ഗൈസ്, വണ്ടി സീനാണ്. ഗൈസ്, സത്യം പറയാലോ ഭയങ്കര രസമാണ് വണ്ടി കാണാൻ. വണ്ടി ആ ഒരു ഓടി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ ഫ്രണ്ടിലൊരു മാസ്കും കാര്യങ്ങളും കുഞ്ഞായിട്ടൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയ ഓടിയിൽ സ്പോയിലറും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഗൈസ്, സ്പോയിലറൊക്കെ കയറ്റി എക്സോസ്റ്റ് സൗണ്ടൊക്കെ ഗൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് എക്സോസ്റ്റിനെല്ലാം പവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗൈസ് വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് കിട്ടില്ലനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. ട്രെയിൻ കാണുക, അപ്പോഴേ ട്രെയിനിൻ്റെ കൂടെ പിടിക്കുക. ഗൈസ്, അത്രേ ഉള്ളൂ. എവിടെ വരെ ട്രെയിൻ ഉണ്ടോ അവിടെ വരെ നമ്മൾ പോവുക. നമ്മൾ നേരത്തെ ചെന്നാലും ഗൈസ് നമുക്ക് ട്രെയിൻ വരുന്നിടം വരെ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കും, ഉറപ്പാണ്. ഗൈസ്, ഇവിടെ ട്രാഫിക്കാണ്, നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ്, അയ്യോ ഇടിച്ചോന്ന് ചോദിച്ചാൽ ഗൈസ് ഇടിച്ചടാ, ഇടിച്ച്
ഗൈസ് അതിൻ്റെ കുഞ്ഞതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഒരു നൈസൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഗൈസ്, നൈസായിട്ടൊരു സ്ക്രാച്ച്. നമുക്ക് എന്തായാലും അതങ്ങോട്ട് വിടാം, അത് പോട്ടെ അല്ലേ, നൈസായിട്ട് ഇടിച്ചല്ലേ ഉള്ളൂ, സാരിയില്ല, നമുക്ക് സെറ്റാക്കാം ഗൈസ്. അതൊക്കെ നമ്മൾ എന്തിനാ അവൻ്റെ പുറകെ കിടന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ കിടന്ന്, എന്നിട്ട് ലാസ്റ്റ് വണ്ടിക്ക് പണിയും കിട്ടി. അതാണ് അവസ്ഥ ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോട്ടെ ഗൈസ്. നമ്മുടെ വണ്ടി സീൻ വണ്ടിയാണ് ഗൈസ്, കാണാൻ ഭയങ്കര ലുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടി ലുക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ലുക്കിൽ ഞാൻ ഭയങ്കര ഇതാണ്. പക്ഷേ ഗൈസ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഗൈസ് നമ്മുടെ ട്രെയിൻ പോകുന്നു ഗൈസ്. അവനെയാണ് സാധനം, നമ്മൾ നേരെ അങ്ങോട്ട് വിടുക ഗൈസ്. ട്രെയിൻ അങ്ങ് പോയി കേട്ടോ, ട്രെയിൻ കുഞ്ഞിതായിട്ടങ്ങ് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അവനെ പിടിക്കും ഗൈസ്, അവനെ പിടിക്കാതെ അവനെ എവിടെ പോകാനാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു വണ്ടി വെച്ചിട്ട് അവനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗൈസ് എന്ത് ചെയ്യും, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക ഗൈസ്. ഇതേ നമ്മൾ ട്രെയിനെ പിടിച്ചിട്ടുണ്ട്, നമ്മളങ്ങ് പോയി ഗൈസ്. വണ്ടി ഫുള്ള് നിരങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്, ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് പാലത്തിൽ കൂടെ പോകാം ഗൈസ്. സീനാണ് കേട്ടോ, അത് രസമാണ് പാലത്തിൽ കൂടെ ഓടിക്കാനും നൈസാണ് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി സെറ്റ് വണ്ടിയാണ്, ട്രെയിനൊന്നും പിടിച്ചാൽ കിട്ടത്തില്ല, അത്രയുള്ള ടൈപ്പ് ഒരു വണ്ടിയാണ് നമ്മുടെ ഓടി ഗൈസ്. വണ്ടി ഇതിലും പവറുള്ള വണ്ടി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഗൈസ്, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഗൈസ് എന്താ ഇപ്പം ഇവൻ മതി ഗൈസ്. ഇവനെ നമ്മൾ പണി തിറക്കിയതേ ഉള്ളൂ. ഇവൻ എത്ര കിലോമീറ്റർ സ്പീഡിൽ ടോപ്പ് അടിക്കുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതൊന്നും അറിയാതെയാണ് നമ്മൾ ഈ കിടന്ന് കാണിക്കുന്നത് ഗൈസ്. എന്തായാലും ഇതിൻ്റെ ഒരു ദിവസം ഒരു വീഡിയോയും കൂടെ വരും ഗൈസ്, ഉറപ്പായിട്ടും വരും. കാരണം ഇവനെ നമുക്ക് ടോപ്പ് സ്പീഡ് അടിക്കുന്ന ട്രാക്കിലോട്ടൊന്ന് കൊണ്ടുപോകണം ഗൈസ്. ഇവൻ എന്നാലും മാക്സിമം നമുക്ക് എത്ര 300 വരെയും കയറുമോ ഇല്ലയോ എന്നൊക്കെ ഗൈസ് നമുക്ക് നോക്കണം ഗൈസ്. നമ്മുടെ ട്രെയിൻ നമ്മളെ വലിപ്പിച്ചെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിൻ പോകുന്നുണ്ട് ഗൈസ്. ട്രെയിൻ പോയാലും കുഴപ്പമില്ല ഗൈസ്. എന്തായാലും നമ്മളവൻ്റെ കൂടെ പിടിക്കും. അവൻ കണ്ടോ ഗൈസ്, ഇത്ര ഉള്ളു, ഇങ്ങനെ കയറി ചെല്ലാം. പക്ഷേ ഇവിടെ കുഞ്ഞായിട്ട് സ്പേസ് കുറവാണ് ഗൈസ്. അപ്പം നമുക്ക് ട്രെയിൻ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ തിരിക്കുമ്പോൾ ഗൈസ് എന്തോ പോലെ ഗൈസ് നമ്മളെ ട്രെയിനെ അടുപ്പിച്ച് വെച്ച് വന്നിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ എന്നാലും അങ്ങോട്ട് ശരിയാവുന്നില്ല ഗൈസ്. എന്തായാലും നമ്മളതിനെ പിടിച്ച് ഗൈസ്, എൻ്റെ പോലെ ഇടിച്ചിടിച്ച് പോയി. ഇല്ല ഗൈസ്, ഇല്ല നമ്മൾ കയറി കേട്ടോ ഗൈസ്. ചില സമയത്ത് നമ്മൾ ട്രെയിൻ അങ്ങനെ ഇടിക്കുമ്പോൾ ഇല്ലേ, നമ്മളെ ഇടിച്ച് തിരിക്കും ഗൈസ്, വണ്ടി തിരിച്ച് കളയും. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നവർക്കുണ്ട് ഗൈസ്. എന്തായാലും നമ്മളിപ്പോൾ ഒന്നുകൂടെ ഇടിച്ച് നമ്മളൊന്ന് സ്ലോ ചെയ്ത് കൊടുത്തായിരുന്നു. നൈസായിട്ടൊന്ന് ഇടിച്ച് നമ്മളെ സ്പോയിലർ ഇടിച്ചങ്ങ് കളഞ്ഞു ഗൈസ്. ഇതാണ് നമ്മൾ ശരിക്കത്തെ ലുക്ക് എന്ന് പറയുന്നത് വണ്ടിയുടെ. ഫ്രണ്ടിലത്തെ മാസ്ക് കൂടെ എല്ലാം കൂടി ഇടിച്ച് പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, കറക്റ്റ് ലുക്കായിരിക്കും ഗൈസ്. നമ്മൾ 280 ഗൈസ് ഈ ഒരു പാളത്തിൽ കൂടെ പോകുന്നത് ഗൈസ്. വണ്ടി കയ്യിൽ നിന്ന് പോകുന്ന ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ഗൈസ്. കാരണം അത്രയും സ്പീഡിലൊന്നും ഈ വണ്ടി നമുക്ക് ഈ റെയിൽവേ ട്രാക്കിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പോകാൻ. ട്രാക്ക് നമുക്ക് ട്രെയിൻ പോകാൻ വേണ്ടി മാത്രമാണ്, അല്ല നമ്മൾ ഓടിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ട്രാക്കൊന്നും അല്ല ഗൈസ്. നമ്മുടെ വണ്ടി മുഴുവൻ നശിച്ചിട്ടുണ്ട്, അതൊന്നും ഒരു സീനില്ല. നമ്മൾ എന്തായാലും വണ്ടി ട്രെയിൻ പോട്ടെ ഗൈസ്. ഒന്നുകൂടെ നമുക്കൊന്ന് തിരിക്കാം ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞാൽ ട്രെയിനെ കളിയാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കാണിക്കുന്നത്. കാരണം നമ്മൾ ബാക്കി പോവുക, പിന്നെയും കയറുക, പിടിക്കുക, പിന്നെയും ബാക്കി പോവുക, അങ്ങനെയാണ് നമ്മളാണ് ട്രെയിൻ സ്ലോ ചെയ്ത് കൊടുക്കുന്നത് ഗൈസ്. കുഞ്ഞതായിട്ടൊരു കാര്യം പറഞ്ഞാൽ ട്രെയിൻ പോയി കേട്ടോ ഗൈസ്, ട്രെയിൻ കയ്യിൽ നിന്ന് പോയി. നമുക്ക് ഒന്നുകൂടെ പിടിക്കാൻ നോക്കാം ഗൈസ്. സ്ലോ ട്രെയിൻ പോകുന്നു. ട്രെയിൻ പാളം എന്ത് ഗൈസ്, നമ്മുടെ വണ്ടി ഗൈസ്, ട്രെയിൻ പോയി ഗൈസ്. നമ്മുടെ വണ്ടി ഒരു മരത്തെ ഇടിച്ച് ഗൈസ് ട്രെയിൻ പോയെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അവിടെ വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പിടിക്കായിരുന്നു. അല്ലേ ഉറപ്പായിട്ട് നമ്മൾ വീണ്ടും പിടിച്ചേനെ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം.